നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് എന്റെ മോൻ സിദ്ധു. സിദ്ധുവിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു അപകടത്തില്. അപ്പോ എല്ലാം പറഞ്ഞു. ഇത് അത് പിന്നെ മാഡം, ഞാനും സിദ്ധും കൂടെ പാർക്കിൽ പന്ത് കളിക്കുമ്പോ പന്ത് തെറിച്ചിട്ട് ഞാൻ ബോള് വാങ്ങിത്തരാം. വാങ്ങിത്തരോ? കൃത്യസമയത്ത് ഈ മാഡം ബ്രേക്ക് ഔട്ടിയത് കൊണ്ട് കുട്ടൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, വലിയൊരു അപകടം ഒഴിഞ്ഞു പോയത്. അപ്പോ നീ ഇത് രണ്ടാം തവണയാ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നേ. അന്ന് റൗഡികളുടെ കൂടെ സിദ്ധുവിനെ തല്ലുകൂടാൻ വിട്ടു. ഇന്ന് ഇങ്ങനെ ഒരു അപകടം. സിദ്ധുവിനെ സേഫായി നോക്കാനല്ലേ നിന്നെ നിയമിച്ചിരിക്കുന്നേ. ആ ചുമതല നിനക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ സാർ അത് പെട്ടെന്ന് നിന്നെ കൊണ്ടത് പറ്റത്തില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം. എനിക്കറിയാം. മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ജാനകിയല്ലേ? അതെ. എടി ബഡ്കൂസേ, ഇത് ഞാനാ, യാമിനി വർമ്മ. The old partner in crime. യാമി, അയ്യോ, what a pleasant surprise. ഞാനിപ്പോ എന്താ പറയാ, വല്ലാത്തൊരു അതിശയം തന്നെ കേട്ടോ. വന്നേ മഹേട്ടാ, ഇത് ആരാണെന്നറിയോ? ഇവളെന്റെ ക്ലാസ്മേറ്റാ. മാറിവാനിയസില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ, ക്ലാസ്മേറ്റ് മാത്രമല്ല, ഹോസ്റ്റൽ മേറ്റും കൂടിയായിരുന്നു. അന്ന് ഞങ്ങള് കോളേജിലും ഹോസ്റ്റലിലും കാണിക്കാത്ത പുകലൊന്നുമില്ല. ഇതാണ് എന്റെ മനസ്സിലായി, നിന്റെ ആള്. നമസ്കാരം. ഇത് എന്റെ മോൻ സിദ്ധു. സിദ്ധുവിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു അപകടത്തില്. അപ്പോ എല്ലാം പറഞ്ഞു. ഇത് ചേട്ടന്റെ അമ്മയല്ലേ? ആ അതെ. അമ്മയാ. നമസ്കാരം. എനിക്ക് 2 ആൺമക്കളാ. അതില് മൂത്തവനാ ഇവൻ, മഹാദേവൻ. അല്ല, കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചുനാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു. പിന്നെ കല്യാണം കുടുംബജീവിതം ഒക്കെ ആയി തിരക്കിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാ? എന്താ നിന്റെ വിശേഷം? പറയേ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വീട്ടിൽ ഒരു അതിഥി വന്ന അവരെ വന്ന കാലം നിർത്തിക്കൊണ്ടാണോ ജാനകി സൂര്യങ്ങൾ തിരക്കുന്നത്? ഇവളെ കണ്ടപ്പോഴേ ഞാൻ എല്ലാം മറന്നുപോയി. യാമിനി ഇരിക്ക്, നീ ഇരിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. ജാനകി, ഇത് വല്ലാത്ത കോയിൻസിഡൻസ് ആയി പോയി. അതെ അതെ. അല്ല, നീ നിന്റെ വിശേഷങ്ങൾ പറയേ. ഇപ്പോഴും കായംകുളത്ത് തന്നെയാണോ താമസം? അല്ല, ഞാനിപ്പോ സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡയില്. അവിടെ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യേ. അവിടെ സെറ്റിലായിട്ട് 10-20 വർഷം കഴിഞ്ഞു. ഇവിടെ കോവളത്തൊരു ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് സൈക്കോളജി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇവിടെ വന്നത്. വന്നിട്ട് 2 ദിവസമായി. അപ്പോ താമസമൊക്കെ? സംഘാടകരെ ഇവിടെ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. എടി, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീടുള്ളപ്പോ നീ എന്തിനാ വല്ല ഹോട്ടലിലും പോയി താമസിക്കുന്നേ? നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരെ.
തിരികെ അമേരിക്കയിലേക്ക് പോകുന്നവരെ നിനക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി ഇവിടെ താമസിക്കാം. ആ, നല്ല ഒന്നാന്തരം ഹോംലി ഫുഡും കഴിക്കാം. അതാ നല്ലത്. ഇവിടെ ആകുമ്പോ ഹോട്ടലിലെ ഏകാന്തതയെ മാറി കിട്ടും. അതെ, നിങ്ങളുടെയൊക്കെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ദേ, എനിക്ക് സന്തോഷേ ഉള്ളൂ. അല്ല, സിദ്ധാർത്ഥന്റെ ട്രീറ്റ്മെന്റ് ഒരു സിദ്ധവൈദ്യന്റെ ചികിത്സയിലായിരുന്നു. അയാളുടെ ചികിത്സയിൽ അവന്റെ രോഗം ഭേദമായതോ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇടയ്ക്ക് ഓർമ്മ കിട്ടും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. സിദ്ധാർത്ഥന് ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകൾ വരുന്നത് നല്ല ലക്ഷണോ? ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമാക്കാൻ എനിക്ക് ചിലപ്പോ സാധിച്ചേക്കും. മോളെ ദൈവമായിട്ടായിരിക്കും ഇവിടെ എത്തിച്ചത്. സിദ്ധുവിന് വേണ്ടി ഞങ്ങൾ ചെയ്യാത്ത വഴിപാടുകളും നേർച്ചകളും ഇല്ല. അതിന്റെ ഫലമായിട്ടായിരിക്കും സിദ്ധുവിനെ ഈശ്വരൻ മോളുടെ മുമ്പിൽ എത്തിച്ചത്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൊന്നുമോന്റെ അസുഖം മാറ്റിത്തരണം. ഞാൻ ഭേദമാക്കി തരാം. സിദ്ധാർത്ഥന്റെ രോഗം ഭേദമാക്കാന്നല്ലേ യാമിനി പറയുന്നത്. അങ്ങനെ യാമിനി അവന്റെ രോഗം ഭേദമാക്കിയ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എന്റെ മായെ, സിദ്ധാർത്ഥന്റെ രോഗം ഭേദമാക്കി തരാം എന്ന് പറഞ്ഞ് എത്ര പേര് ഈ വീട്ടിൽ കയറി ഇറങ്ങി. എന്നിട്ട് എന്തായി? ആരൊക്കെ എന്തൊക്കെ ചികിത്സ നടത്തിയാലും ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? അവര് മരുന്ന് കൊടുത്തിട്ട് പോകും, നമ്മൾ മരുന്ന് മാറ്റിക്കൊടുത്ത് പഴയ അവസ്ഥയിലെത്തിക്കും. അതല്ലേ മുറയ്ക്കൂടെ നടക്കുന്നത്? അതെ, എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പൊ വന്ന ഈ സ്ത്രീ നമുക്കൊരു വിഷയമല്ല മായേ. അതുകൊണ്ട് നീ വെറുതെ ആദ്യ പിടിക്കണ്ട. എന്റെ തലവേദന ഇതൊന്നുമല്ല. എനിക്ക് ഏറ്റവും പ്രധാനം സിദ്ധാർത്ഥന്റെ കയ്യിലുള്ള പെൻഡ്രൈവാ. നമുക്ക് കിട്ടിയ പെൻഡ്രൈവുള്ള വിവരങ്ങളൊക്കെ ആരോ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? പിന്നെ അവന്റെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് എങ്ങനെ എടുക്കും? അവൻ ഉറങ്ങുമ്പോ അവന്റെ മുറിയിൽ കയറി അവിടെ മുഴുവൻ തെരഞ്ഞ ആ ഒറിജിനൽ പെൻഡ്രൈവ് കണ്ടുപിടിക്കണം. അത് ഉടനെ വേണം. അഥവാ അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പഴയതെല്ലാം അവന്റെ മനസ്സിൽ ഓർമ്മ വരും. അതിനു മുമ്പ് നമുക്ക് ആ പെൻഡ്രൈവ് കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.